ഞാൻ പറഞ്ഞതിന് തെറ്റിദ്ധരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഒരു തെറ്റിദ്ധാരണയല്ല ഇതിനകത്ത്. ഞാൻ പറഞ്ഞത് അതായത് പുരോഹിതന്മാര് തുടങ്ങി വെച്ചത് പിന്തുടർന്നു വരുന്നത് അതായത് സനാഗമ മാർഗത്തിന് വേണ്ടിയാണ് തുടങ്ങിയതെങ്കിലും ഈ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന പട്ടക്കാർ ആരെങ്കിലും നല്ല നോമ്പ് നോക്കുന്നുണ്ടോ? അല്ലല്ല, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഈ ധനാഗമന മാർഗം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് പിന്നെ ഒരച്ഛൻ ഈ പള്ളിയിലെ അച്ഛൻ അടുത്ത പള്ളിയിൽ പോയി കുർബാന ചൊല്ലുന്നു, ഈ അച്ഛൻ വൈകിട്ട് അവിടെ പോയി അതായത് പ്രസംഗിക്കാൻ പോകുന്നു, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കിട്ടുന്നുണ്ട്. ഇതാ കാര്യം. അതായത് നമ്മുടെ വിശ്വാസത്തെ, അതായത് പണത്തിന് വേണ്ടി ഇപ്പൊ തിരുമേനിമാരെന്തിനാ അവിടെ പോകുന്നേ? വെറുതെ കൈയും വീശി തിരിച്ചു പോരാൻ വേണ്ടിയാണോ? ഒരു പാവപ്പെട്ട പള്ളിയില് ഈ തിരുമേനിമാർ ആരെങ്കിലും പോയി കുർബാനയില്ല അത് കേട്ടിട്ടുണ്ടോ? അങ്ങോട്ട് ചോദിച്ചിട്ട് ഇല്ല, അങ്ങോട്ട് പിന്നെ ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ, വണ്ടിക്കൂലി പോലും വാങ്ങിക്കാതെ, നമ്മുടെ മലങ്കര സഭയിലെ എല്ലാ തിരുമേനിമാരും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ അങ്ങനെയല്ല നടക്കുന്നില്ല കൂടുതലും. കാരണം അച്ഛന്മാര് പറയും തിരുമേനി വരും ഇത്ര രൂപ കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ അതങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതങ്ങനെ പറയുമ്പോൾ അതിന്റെ ധനാഗമന മാർഗം അച്ഛനാണോ അതോ പള്ളിക്കാണോ? ഏത് ഈ പിന്നെ വിശുദ്ധ നോമ്പ്, 8 നോമ്പ് ആചരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ സ്വത്രാഴ്ചയായാലും പിന്നെ കാണിക്കയായാലും ഇതൊക്കെ കിട്ടുന്നത് പള്ളിക്കല്ലേ കിട്ടുന്നത്. അതായത് പിന്നെ അച്ഛന്മാർക്ക് എങ്ങനെ അതൊരു വൈദികർക്ക് അല്ലെങ്കിൽ വികാരിമാർക്ക് ധനാഗമന മാർഗം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അത് തെറ്റായ ഒരു കാഴ്ചപ്പാടല്ലേ? അതായത് ഒരു പള്ളിയില് ഈ പള്ളിയിൽ 8 ദിവസം കുർബാന ചൊല്ലേണ്ട അച്ഛൻ അത് മാറി ചൊല്ലുമ്പോ അവിടുന്ന് കിട്ടുന്നുണ്ട്. അതിപ്പോ കിട്ടാത്ത എത്ര വൈദികരുണ്ട്? ഒന്നാമത്. 2, ഈ പിതാക്കന്മാരാരെങ്കിലും നോമ്പ് നോക്കുന്നുണ്ടോ? പെണ്ണുങ്ങൾ ഇതൊക്കെ നോക്കുന്നു പറഞ്ഞു. ഞാൻ നോക്കാറില്ല. കാരണം 5 നോമ്പ് നോക്കുന്ന ഒരാളാണ് ഞാൻ. കാനോനികമല്ലാത്തൊരു നോമ്പ് നമ്മുടെ സഭയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത് കൊണ്ട്, അല്ലാതെ നമ്മുടെ സഭാ പിതാക്കന്മാരാരും ഇത് അതായത് ശരിയാണെന്ന് ഒരാളെ പറയട്ടെ അന്ന് ഞാൻ നോമ്പ് നോക്കാം. അതല്ലാതെ അവര് പിന്നെ ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നതിനാ, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരാരെങ്കിലും നോമ്പ് നോക്കുന്നുണ്ടോ ഒന്ന് അന്വേഷിച്ചു നോക്ക്. മുട്ട നോമ്പായിട്ടാ പലരും, അതായത് ഞാൻ കണ്ടിട്ടുണ്ട് മുട്ട. കാരണം വിശുദ്ധ കുർബാന വലിയിട്ട് വന്നിരുന്നേ മുട്ടക്കറിയും കൂട്ടി പിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിനാണോ ഈ മുട്ട നോമ്പെന്ന് പറയുന്നത്? അതുകൊണ്ട് പുതിയ പുതിയ വാക്കുകളും അഭിപ്രായങ്ങളൊക്കെ ഈ പിതാക്കന്മാര് എനിക്ക് അതിനകത്ത് വിരുദ്ധാഭിപ്രായമില്ല. ഇവരിത് ചെയ്യുന്നത് എന്നും കുർബാനയ്ക്കോട്ടെ എന്നും നോമ്പ് പോയിക്കോട്ടെ എനിക്കൊരു വിരോധമില്ല. പക്ഷേ കാനോനീയമായ നോമ്പായിട്ട് അംഗീകരിക്കുന്നത് വരെ ഞാൻ ആ നോമ്പ് നോക്കത്തില്ല. അതിനകത്ത് എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. നമ്മുടെ സുന്നത ദിവസം കൂടിയിട്ട് ഈ നോമ്പിനെ സഭയുടെ 6ാമത്തെ നോമ്പായിട്ട് അംഗീകരിക്കാമല്ലോ. നമ്മുടെ മാതാവിന്റെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 8 നോമ്പ് പിന്നെ ആണ് എന്ന് പറഞ്ഞിട്ട് 8 ദിവസത്തെ നോമ്പ് നോക്കാൻ നമ്മുടെ ഒരു കൽപ്പന ഭാവം ഇറക്കട്ടെ. അന്നും അറിയാൻ നോമ്പ് നോക്കും, ഒരു സംശയം വേണ്ട. അതുവരെ ഞാൻ നോക്കില്ലെന്ന് തന്നെയല്ല, അത് സഭയുടെ വിശ്വാസത്തിന് എതിരാണെന്നുള്ളതാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം. ഇതൊരു 8 നോയമ്പെന്ന് പറയുന്ന ഒരു പ്രാദേശിക സൃഷ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷത്തിൽ താഴെയാണ് 8 നോയമ്പ് ഒരു ആചരണമായിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മലങ്കരയിൽ മാത്രമാണ് ആദ്യമായിട്ട് ഇതുണ്ടായിരുന്നത്. വേറെ ലോകത്തിൽ ഒരു ക്രിസ്തീയ വിഭാഗങ്ങളും 8 നോയമ്പ് ആചരിക്കുന്നില്ല. പക്ഷേ കന്യാമറിയാമിൻ്റെ ചരിത്രം ഏറെക്കുറെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കന്യാമറിയാമിന് സഭ കൊടുക്കുന്ന ഒരു സ്ഥാനം നേരിട്ട് അപേക്ഷിക്കുവാനും മധ്യസ്ഥതയ്ക്കും ഉള്ള ഒരു സ്ഥാനം സഭ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുന്ന ആളുകൾ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർ മാതാവിനെ എൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്, നേരത്തെ തന്നെ ഉണ്ട്. അത് 2 നോയമ്പ്, ഒന്ന് വചനിപ്പും മറ്റേത് വാങ്ങിപ്പോവാണ്. ഈ 2 നോയമ്പ്, ഈ 2 സമയങ്ങളിലും കന്യാമറിയാമിനോട് മനസ്സലിഞ്ഞ് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഈ പിന്നെ 5 നോയമ്പിൽ 5 നോമ്പുകളാണ് നമ്മുടെ പ്രഖ്യാപിത നോമ്പുകൾ. നമ്മുടെ സഭ പറഞ്ഞിട്ടുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ 5 നോമ്പുകൾ. ഈ 5 നോമ്പിൽ ഏറ്റവും വലിയൊരു നോമ്പാണ് 3 നോമ്പ്. ഈ 3 നോമ്പിന് പോലും വിശുദ്ധ കുർബാന ചൊല്ലാത്ത വൈദികരുണ്ട്. നമ്മൾ കാണാതെ പോകരുത്.
എൻ്റെ സ്വന്തം ഇടവകയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 3 നോമ്പിന് ഉച്ച നമസ്കാരമോ അല്ലെങ്കിൽ മറ്റ് നമസ്കാരങ്ങളൊന്നും നടത്താത്ത എത്രയോ അച്ഛന്മാരുണ്ട്. വൈകിട്ട് സന്ധ്യാനമസ്കാരം നടത്താത്ത അച്ഛന്മാരുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട നോയമ്പ് അതിന് സഭ ഉത്തരവാദിയല്ല. സഭ ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത് സഭ നിഷ്കർഷിച്ചിരിക്കുന്ന നോമ്പുകൾ കൃത്യമായി ആചരിക്കാത്ത വൈദികര് നമ്മുടെ സഭയിലുണ്ട്. അത് തെറ്റാണ്. ഈ 8 നോമ്പിന്റെ വലിയ പ്രാധാന്യം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 15 നോമ്പ്, അതായത് മാതാവിൻ്റെമായിട്ട് ബന്ധപ്പെട്ട നോമ്പാണെന്നും ഇത് പലർക്കും ഇതുവരെ അറിയത്തില്ല. ശൂന്യ നോമ്പെന്നൊക്കെ പറഞ്ഞ് പോകുന്നു. അല്ലെങ്കിൽ മാതാവിന്റെ 15-ാം ദിവസം ശൂന്യ പെരുന്നാളെന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടാടുന്നെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ 15 ദിവസം കുർബാനയെല്ലാം അച്ഛന്മാർക്ക് നിർദ്ദേശം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തിരുവേനിമാരൊക്കെ 15 ദിവസം അടുക്കോട്ട് ഇല്ല, അവിടെ അംഗീകരിക്കപ്പെടണം സഭ. അവിടെ ചെറിയൊരു തർക്കമുണ്ട്. കാര്യം എല്ലാ ദിവസവും വിശുദ്ധ കുർബാന, ഞാൻ മുമ്പ് പറഞ്ഞു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ നിന്നെ പ്രസവിച്ച മാതാവ്, പ്രതിവാക്യമായിട്ട് നിന്മാതാവ് ശുദ്ധന്മാർ എന്ന് ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഭ നിഷ്കർഷിച്ച കാര്യമാണ്. അപ്പൊ ഇതിന് സഭ ഒരു സുന്നോദോസ് കൂടി 8 നോയമ്പ് ആചരിക്കണമെന്ന് പറയാൻ ഇനിയും സാധ്യമാണോ എന്നുള്ളത് ഒരു തർക്ക വിഷയമാവും. കാരണം പൂതായകാനവനും യാക്കോബിന്റെ ദർശനം ഉപയോഗിച്ച് വരുമ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് സഭയ്ക്ക് കടന്നു കയറാൻ സാധ്യമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ല, അതിന് പകരം ഞാൻ അതാ പറഞ്ഞത്, 15 നോമ്പ് വലിയ പ്രാധാന്യത്തോടെ നടത്തട്ടെ. അപ്പൊ ഈ പ്രശ്നം നിൽക്കും.